നമസ്കാരം. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് സാധ്യതയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇത്തവണ ഉത്തർപ്രദേശിൽ BJPക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അയോധ്യ സംഭാവനക്കൊള്ള വലിയ രീതിയിൽ BJPയെയും യോഗി ആദിത്യനാഥ് സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. മാത്രവുമല്ല, കേന്ദ്ര സർക്കാരുമായി യോഗി ആദിത്യനാഥ് സർക്കാരിന് അത്ര നല്ല രസത്തിലല്ല എന്ന തരത്തിലുള്ള ചില വാർത്തകളും ഒരു വശത്ത് പുറത്തു വരുന്നുണ്ട്. യോഗിയെ ഏത് രീതിയിലും ഒതുക്കാൻ നരേന്ദ്രമോദിയും ചില നേതാക്കളും ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയരുന്നുമുണ്ട്. ഇതിനിടയിൽ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ചില വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. 2027 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കുകയാണ് അവിടെ കോൺഗ്രസും BJPയും. മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രമോദ് തിവാരി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. കോൺഗ്രസ് MLA ആരാധന മിശ്രയോടൊപ്പമായിരുന്നു കൂടിക്കാഴ്ച. ലക്നൌവിൽ അടച്ചിട്ട മുറിയിൽ 1 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച നടന്നു. കോൺഗ്രസും SPയും സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അവിടെ ഇന്ത്യ സഖ്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഒരു മത്സരം കാഴ്ചവെക്കാൻ അഖിലേഷ് യാദവും കോൺഗ്രസും കൈകോർക്കുകയാണ്. അങ്ങനെയെങ്കിൽ BJPക്ക് അത് വലിയ തിരിച്ചടി ഉത്തർപ്രദേശിൽ ഉണ്ടാക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. കോൺഗ്രസ് SP സഖ്യനീക്കത്തിനിടെ UPയിൽ ഇന്ത്യ സഖ്യത്തിന് മുൻതൂക്കം ലഭിക്കുമെന്നും BJP NDA സഖ്യം പിന്നിലാവുമെന്നും ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യ ടുഡേയുടെ ഏറ്റവും പുതിയ മൂഡ് ഓഫ് ദി നാഷൻ സർവേ ഫലമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ 80 ലോക്സഭാ സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന് 41 സീറ്റും BJP നേതൃത്വത്തിലുള്ള NDAക്ക് 38 സീറ്റും ലഭിക്കും എന്ന പ്രവചനമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യ സഖ്യം അവിടെ അധികാരം പിടിക്കുമെന്ന വിവരം പുറത്തേക്ക് വരുന്നു. BJPക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. കാരണം ഉത്തർപ്രദേശിൽ ഇത്തവണ BJPക്ക് കരകയറുക എന്നത് അത്ര നിസാരമായിട്ടുള്ള കാര്യമല്ല, വളരെയധികം ബുദ്ധിമുട്ടാണ്. വോട്ട് വിഹിതത്തിലും ഇന്ത്യ സഖ്യത്തിന് 40% പിന്തുണയാണ് ഈ സർവേ പ്രവചിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഇന്ത്യ സഖ്യം അവിടെ നടത്തുമെന്നും BJPക്ക് ഉത്തർപ്രദേശിൽ അധികാരം നഷ്ടമാകുമെന്നുമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇത് BJP കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിരിക്കുകയാണ്.